ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ വിലകളില്ലാത്ത ചെടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. എപ്പീഷ്യ വെറൈറ്റിയാണ്. ആദ്യമേ ഇത് 20 രൂപയുള്ള എപ്പീഷ്യയാണ്. റെഡ് ഫ്ലവറാണ്. അടുത്തത് പിങ്ക് ഫ്ലവറോടുകൂടി എപ്പീഷ്യയാണ്. 10 രൂപയാണ്. എപ്പീഷ്യ വെറൈറ്റീസിനെല്ലാം ലീഫിലുള്ള ചെറിയ ഡിഫറൻസാണ് പ്രത്യേകത. 10 രൂപയാണ് ഈ എപ്പീഷ്യയ്ക്ക്. ഇതിനും ഒരു റെഡ് ഫ്ലവർ ഉള്ളതാണ്. നല്ല ഭംഗിയാണ്, ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ്. 20 രൂപയാണ്. അടുത്തത് ഒരു ലീഫിന് ഡിസൈൻ വ്യത്യാസമുള്ളതാണ്. 70 രൂപയാണ്. ഇതിനൊരു ലൈറ്റ് ഓറഞ്ച് ഫ്ലവറാണ്. ഇതൊരു ബിഗോണിയ വെറൈറ്റിയാണ്. 30 രൂപയാണ്. ഇതൊരു ഫിറ്റോണിയ വെറൈറ്റിയാണ്. അതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. 20 രൂപയാണ്. അടുത്ത ഒരു അരേലി വെറൈറ്റിയാണ്. 20 രൂപയാണ്. ഇതിന് 20 രൂപയാണ്. 20 രൂപയാണ്. ഒരു പിങ്കും ലീഫോട് കൂടിയതാണിത്. പിങ്കും ഗ്രീനും ലീഫും മിക്സഡാണ്. ഇതും ഒരു നല്ല പച്ച അകത്തൊരു പിങ്ക് ഡിസൈനുള്ളതാണ്. 20 രൂപയാണ്. ഇതൊരു പിങ്ക് സ്പ്ലാഷാണ്. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നല്ല പിങ്കും നല്ല ഡിസൈനോട് കൂടിയതാണ്. ഈ സിങ്കോണിയത്തിന് 30 രൂപയാണ്. ഇത് മണിമുല്ലയുടെ തൈയാണ്. 50 രൂപയാണ്. പെന്നി ബട്ടനും 30 രൂപയാണ്. ഇത് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്ന കാണാൻ നല്ലതാണ്. 20 രൂപയാണ്. മഞ്ജുള പോത്തോസിന് 40 രൂപയാണ്. ഇതൊരു ഡ്രസ്സീനിയ വെറൈറ്റിയാണ്. 30 രൂപയാണ്. ഇതിന് 20 രൂപയാണ്. ഒരു അഗ്ലോണിമയുടെ നാടൻ വെറൈറ്റിയാണ്. ഇതിന് 30 രൂപയാണ്. ഈ ബിഗോണിയയ്ക്ക് 30 രൂപയാണ്. നല്ല ബുഷിയായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. ഈ സിങ്കോണിയം 40 രൂപയാണ്. ഇത് ബട്ടൺ ഫേൺ എന്ന് പറയുന്നതാണ്. 20 രൂപയാണ്. ഈ ബിഗോണിയയ്ക്ക് 60 രൂപയാണ്. ആ ഇലയുടെ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ആ പെന്നിവേട്ട്. 30 രൂപയാണ്. ബുഷിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് വെള്ളത്തിൽ നമുക്ക് മണ്ണിനകത്ത് നടാം. വെള്ളം നിറച്ച് ഒരു പോട്ടിൽ വെച്ചാലും നടാം. ഇത് 30 രൂപയാണ്. ഈ ബിഗോണിയയ്ക്ക് ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു നല്ല പപ്പടത്തിൻ്റെ ഷേപ്പിലിരിക്കുക ഇലയൊക്കെ. അടുത്തെന്ന് പറയുന്ന ഒരു കലേഡിയം വെറൈറ്റിയാണ്. 40 രൂപയാണ്. ഇതും നമുക്ക് വെള്ളത്തിലും മണ്ണിലുമായിട്ട് നടാം. ഇത് പീകോക്ക് ഫേണാണ്. അത്ര ആ ബ്ലൂയിഷ് ഷെയ്ഡ് ഇതിന് കയറിയിട്ടില്ല. 50 രൂപയാണ്. ഇത് ക്രിസ്മസ് കാക്ടസ് ആണ്. 60 രൂപയാണ്. ജിഫിയിലുള്ള പ്ലാന്റാണ്. ഞാനത് പോട്ടിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്ത ഒരു കലേഡിയം വെറൈറ്റിയാണ്. 30 രൂപയാണ്. ഇത് റിയോ പ്ലാന്റാണ്. 20 രൂപയാണ്. അടുത്ത ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. 10 രൂപയാണ് അതിൻ്റെ കട്ടിങ്ങിന്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ മതി. DTDCയും സ്പീഡ് പോസ്റ്റും വഴി പ്ലാന്റ്സ് അയക്കുന്നുണ്ട്. അടുത്ത ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റിയാണ്. 150 രൂപയാണ്. നല്ല ഫ്ലവറാണ് അതിൻ്റെ കാണാൻ. വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡും ഉണ്ട്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റാണ്. 20 രൂപയാണ്. ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. 80 രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക്. അടുത്ത ഒരു അഡീനിയം വെറൈറ്റിയാണ്. നല്ല റോസിൻ്റെ ഫ്ലവർ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അടുത്ത ഒരു മൊട്ടും വരുന്നുണ്ട്. 200 രൂപയാണ് ഈ പ്ലാന്റിന്. ലീഫൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലതായിട്ട് പൂക്കൾ കയറി വരുന്നതാണ്. നല്ല വെയിൽ വേണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു മഞ്ഞ അഡീനിയമാണ്. പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്ന മണലും ചാണകപ്പൊടിയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് എടുക്കുന്നത്. ഇതിന് 150 രൂപയാണ്. ഇതും ഒരു പിങ്ക് ഫ്ലവറോട് കൂടിയതാണ്. ഇതിന് 180 രൂപയാണ്. ചെറിയ തൈയാണ്, എന്നിട്ടും അതിൽ നല്ലതായിട്ട് ഫ്ലവർ കയറി വന്നിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് 10 മണിയുടെ വെറൈറ്റിയാണ്. 10 മണിയുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 20 വെറൈറ്റിയാണുള്ളത്.
അത് പ്രത്യേകം ടാഗ് ചെയ്തൊന്നും അയക്കുന്നില്ല. ടാഗ് ചെയ്യണമെങ്കിൽ അത് പ്രത്യേകം നമ്മളോട് പറയണം. സ്പീഡ് പോസ്റ്റും DTDC വഴി അയക്കുന്നുണ്ട്. പ്ലാന്റ്സ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. 10 മണി നടുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ വളങ്ങളൊന്നും അല്ല ആവശ്യം. നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ് 10 മണി. പിന്നെ ഇടയ്ക്ക് ഈ വെള്ളീച്ചയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മരുന്നടിച്ച് കൊടുക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.